ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ബെറ്റാസിൻ്റെ ഫ്രൈസിന് ഇട്ടിരിക്കുന്ന ഒരു ടബ്ബാണിത്. ഏകദേശം 300ഓളം കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ പല പല ടാങ്കുകളിലായിട്ട് ഏകദേശം 1000-ലധികം കുഞ്ഞുങ്ങളെ നമുക്ക് ഈ പ്രാവശ്യം ബ്രീഡ് ചെയ്ത് നമുക്ക് കിട്ടിയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ച രാത്രിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തമിഴ്നാട് ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചെത്തുന്നത് ഞായറാഴ്ച വൈകുന്നേരമായിരിക്കും. അപ്പോൾ ഏകദേശം 4 ദിവസത്തോളം ബെറ്റ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഏകദേശം ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഒരു നേരം ഫുഡ് കൊടുത്തില്ലെങ്കിൽ അത് എല്ലാം ഡെഡായി പോകുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവരെ ഡെഡാക്കാതെ ജീവനോടുകൂടി തന്നെ 4 ദിവസം സർവൈവ് ചെയ്യിക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ബെറ്റാസിനെയൊക്കെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ടൂറ് പോകാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ ഒക്കെ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് രാത്രി, അതായത് ബുധനാഴ്ച രാത്രി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മൊയിനകളെ റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് രാവിലെയും വൈകുന്നേരമായിട്ട് ആർട്ടീമിയ കൊടുത്ത കാരണം മീനുകൾ നല്ല രീതിയിൽ വയറ് നിറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല രാത്രി ഇനി ബെറ്റാസിൻ്റെ ഫ്രൈസ് ഒന്നും രാത്രി ഫുഡ് എടുക്കുന്നതുമല്ല. അപ്പോൾ ഇന്ന് രാത്രിയാണ് എൻ്റെ ട്രെയിൻ. അപ്പോൾ രാത്രി നമ്മൾ പോണതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ മൊയിനേനെ കളക്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാങ്കിൽ ഏകദേശം 4 ദിവസത്തോളം മൊയിന ലൈവായിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ആർട്ടീമിയ പോലെയല്ല മൊയിനകൾക്ക് അത്യാവശ്യം സൈസ് ഉള്ളത് കാരണം ഏകദേശം 2-3 മൊയിനകളെ തിന്നുമ്പോൾ തന്നെ മീനുകളുടെ വയറ് ഫുള്ളാവുന്നതുമാണ്. ബാക്കിയുള്ള മൊയിനകൾ ഇതിൻ്റെ അകത്ത് കിടന്ന് സർവൈവ് ആയിക്കോളും. അപ്പോൾ മീനുകൾക്ക് വിശക്കുന്നതനുസരിച്ച് അവർ വീണ്ടും മൊയിനകളെ പോയി കഴിക്കുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് പല സൈസിലുള്ള കുഞ്ഞുങ്ങളാണ്. ഒരേ ബാച്ചാണെങ്കിൽ കൂടിയും നമുക്ക് പല പല സൈസിലുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ മൊയിനകളെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മൊയിനകളെ കഴിക്കാൻ പറ്റാത്ത അത്രയും ചെറിയ കുഞ്ഞുങ്ങളും ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് പേടിക്കേണ്ട. അതിന് മൊയിനകൾ നമുക്കറിയാമല്ലോ, സാധാരണ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് മൊയിനകൾ കൾച്ചറാവും. മൊയിനകൾ ഡെഡാകുന്നവരെ കൾച്ചറായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ വളരെ തീരെ പൊടി കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ അതിന് ഒരുവിധം നമ്മളുടെ ഏകദേശം ഒരാഴ്ച പ്രായമുള്ള ബെറ്റാസിൻ്റെ ഫ്രൈസിന് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് മൊയിനെ കഴിക്കാൻ പറ്റാത്ത അത്രയും ചെറിയ സൈസിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മറ്റൊരു പണിയും കൂടി ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മൊയിന ടാങ്കിലാണ്. മൊയിന ടാങ്കിൽ മോസ്കിറ്റോ എഗ്ഗ് ഇട്ടിട്ടുണ്ടാവും. ഈ മോസ്കിറ്റോ എഗ്ഗിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ എഗ്ഗ് കളക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇത് നല്ല ഫ്രഷ് എഗ്ഗാണ്. ഫ്രഷ് എഗ്ഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വൈകുന്നേരം ഒരു 7 മണി 8 മണിയോടുകൂടി കൊതുകുകൾ എഗ്ഗ് ഇട്ട് തുടങ്ങും. അപ്പോൾ ഇതിപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന എഗ്ഗുകളെല്ലാം തന്നെ ഇപ്പോൾ ഇട്ട് ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുമ്പ് ഇട്ട എഗ്ഗാണ്. അപ്പോൾ ഈ എഗ്ഗാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു ടാങ്കിൽ മോസ്കിറ്റോ വന്ന് എഗ്ഗ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രഷ് എഗ്ഗാണ് നമുക്ക് ആവശ്യം. കാരണം ഈ എഗ്ഗ് വിരിയാനായിട്ട് ഏകദേശം ഒരു ദിവസത്തോളം സമയം എടുക്കും. അപ്പോൾ ഇന്ന് രാത്രി ഇട്ട എഗ്ഗ് നാളെ രാത്രിയാണ് വിരിയുന്നത്. അപ്പോൾ നാളെ രാത്രി വിരിഞ്ഞ കുഞ്ഞുങ്ങളെ മറ്റന്നാൾ രാവിലെ മുതലായിരിക്കും മീനുകൾ കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടും. ഇനി ഈ മോസ്കിറ്റോയുടെ എഗ്ഗ് വിരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനും കുഞ്ഞുങ്ങൾ ഒരു എഗ്ഗിൻ്റെ അകത്തു നിന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ റിലീസായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ദിവസം മുഴുവനും നമുക്ക് മീനുകൾക്ക് വിരിഞ്ഞിറങ്ങുന്ന അത്രയും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഫ്രൈസിന് കഴിക്കാൻ പാകത്തിന് അത്രയും സൈസ് ചെറിയായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ടാങ്കിലേക്ക് റിലീസ് ചെയ്യാവുകയും മീനുകൾ വന്ന് കഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്ര എഗ്ഗാണ് കളക്ട് ചെയ്തത്. ശരിക്കും ഇത്ര എഗ്ഗ് പോരാ, ഇനി ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് സമയമില്ലാത്ത കാരണവും അതുപോലെ തന്നെ മീനുകൾ ജസ്റ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഇത്രയും എഗ്ഗ് നമ്മൾ കളക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പയ്യെ നമ്മുടെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ നാളെ രാവിലെ മുതൽ ഫുഡ് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം റിലീസ് ചെയ്ത മൊയിനകളെ ബെറ്റാസിൻ്റെ ഫ്രൈസ് കഴിക്കുകയും പിറ്റേ ദിവസം, അതായത് മറ്റന്നാൾ മുതൽ ഈ എഗ്ഗ് റിലീസ് ചെയ്യുന്ന മോസ്കിറ്റോ ലാർവയുടെ കുഞ്ഞുങ്ങളെ, വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ മറ്റന്നാൾ രാവിലെ മുതൽ കഴിച്ചു തുടങ്ങുകയും ചെയ്യും. മാത്രമല്ല എല്ലാ മൊയിനകളെയും നേരത്തെ പറഞ്ഞ പോലെ മീനുകൾ കഴിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന മൊയിനകൾ കൾച്ചറായിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും മീനുകൾ ഇതുപോലെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഏകദേശം 4 ദിവസത്തോളം മൊയിനകളും മോസ്കിറ്റോ ലാർവകളും ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ദിവസത്തോളം നമുക്ക് ഇതുപോലെ മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫീഡ് കൊടുത്തില്ലെങ്കിലും മീനുകൾ സർവൈവ് ആകാനുള്ള ഫുഡ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഏകദേശം മീനുകൾക്കെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 5-ാമത്തെ ദിവസം മുതൽ നമുക്ക് മീനുകൾക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ എല്ലാ ടാങ്കിലേക്കും നമ്മൾ ഇതുപോലെ നമ്മുടെ എഗ്ഗുകൾ റിലീസ് ചെയ്യുന്ന പല പല സൈസിലുള്ള ഫ്രൈസാണ് ഓരോ ടാങ്കിലും കിടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏകദേശം ഒരാഴ്ച മേളിൽ പ്രായമുള്ള ബെറ്റാസിൻ്റെ ഫ്രൈസിന് മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്തിട്ടുള്ളൂ. അതിൽ കുറച്ച് പ്രായമുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഡെഡായി പോകും. നമുക്ക് എന്തായാലും ഇൻഫോസൂറിയ ആർട്ടീമിയ തന്നെ കൊടുത്ത് നമ്മൾ ഒരു 1-1.5 ആഴ്ച പ്രായമുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ മീനുകളെ സർവൈവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
ഇനിയിപ്പോൾ ഒരാഴ്ചയിലും താഴെ മാത്രം പ്രായമുള്ള ഫ്രൈസാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രീസ് സ്വിമ്മായ ഫ്രൈസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ഇൻഫോസൂറിയ കൾച്ചർ ചെയ്ത ഒരു ടാങ്കിലേക്ക് നമ്മൾ മീനുകളെ റിലീസ് ചെയ്തിട്ട് നമ്മൾ പോയാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ മീനുകളെല്ലാം തന്നെ ഡെഡായി പോകും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ നമ്മൾ ബുധനാഴ്ച രാത്രി തന്നെ തമിഴ്നാട് മധുരയിലേക്കാണ് ട്രെയിൻ കയറിയത്. കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോയതാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ച് നടന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. എന്നിരുന്നാലും മനസ്സിൽ ചെറിയൊരു ടെൻഷനുണ്ട്, കാരണം നമ്മുടെ ബെറ്റാസും ഗപ്പീസൊക്കെ പട്ടിണിയാണ്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഓവർഫീഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട്, കാരണം ഇതിക്ക് മുമ്പ് എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓവർഫീഡ് കൊടുത്തിട്ട് മീനുകളൊക്കെ ഏകദേശം ഡെഡായി പോയൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനൊരു പണി ചെയ്തിട്ടത് കൊണ്ട് നമുക്ക് ചെറിയൊരു ആശ്വാസം, കാരണം ഇനിയും ഒരുപാട് യാത്രകൾ ഇതുപോലെ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം മീനുകൾ സർവൈവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ട്രെയിൻ കയറാൻ പോവുകയാണ്. നമ്മുടെ മനസ്സിൽ മുഴുവനും മീനിൻ്റെ ചിന്തയാണ്, എന്തായി സർവൈവ് ആയോ എന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മളെപ്പോഴും നിൽക്കുന്നത്. ഇനിയിപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം രാത്രി 2 മണിയൊക്കെയോ. അപ്പോൾ നാളെ മുതലേ നമുക്ക് ഫീഡ് കൊടുത്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ ടാങ്കിൻ്റെ അങ്ങോട്ട് ഓടി. അപ്പോൾ നോക്കാൻ നേരത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മീനുകളൊക്കെ നല്ല രീതിയിൽ സർവൈവ് ആയിട്ടുണ്ട്. ഒരു മീൻ പോലും ഇതിൻ്റെ അകത്ത് ഡെഡായി പോയിട്ടില്ല. മാത്രമല്ല ഏകദേശം 4-5 ദിവസം കൊണ്ട് തന്നെ മീനുകൾ അത്യാവശ്യം നല്ല ഗ്രോത്തും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിട്ട മൊയിന നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടാണ് മീനുകൾ ഇതുപോലെ ഗ്രോത്ത് നല്ല രീതിയിൽ വന്നത്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു മൊയിന പോലും ബാക്കി വെച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ തിന്ന് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റൊരു ടാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തും മീനുകൾ സർവൈവ് ആയിട്ടുണ്ട്. ഈ ടാങ്കിൽ പൊടിക്കുഞ്ഞുങ്ങളാണ്, ഏകദേശം ഒരാഴ്ച മാത്രം പ്രായമുള്ള പൊടിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. പക്ഷേ ഒരു മീൻ പോലും നമുക്ക് ഡെഡായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീഡ് കൊടുത്ത് തുടങ്ങണം. പിന്നെ ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് ഇറങ്ങി അതിൻ്റെ ബാലൻസ് ഉള്ള സംഭവങ്ങൾ, അതായത് ഷെല്ല് പൊടിഞ്ഞു പോകും. ഈ മോസ്കിറ്റോ എഗ്ഗ് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെല്ല് പൊടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് തരി പോലെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ടാങ്കിന് വേറെ ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഒന്നല്ലെങ്കിൽ എടുത്ത് കളയാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.